ബിഗ് ബോസ് സീസൺ 7 മലയാളം എപ്പിസോഡ് 17 റിവ്യൂ. ഇന്ന് ശരത്തും ഷാനവാസും അക്ബറും തമ്മിലുള്ള ഇഷ്യൂവിൻ്റെ കണ്ടൻ്റാണ് മെയിനായിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം ഷാനവാസ് അപ്പാനിയെ ഒന്ന് പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ബിൻസിയുടെ കാര്യം പറഞ്ഞ്. ഇത് അപ്പാനി ശരിക്കും ഒന്ന് പേടിച്ചു. അപ്പാനി രേണുവിനോട് പറഞ്ഞു, എനിക്ക് എൻ്റെ ഭാര്യയോട് സംസാരിക്കണമെന്നുണ്ടായിരുന്നു, ഭാര്യയൊക്കെ എന്നെ തെറ്റിദ്ധരിക്കുമോ എന്നൊക്കെ പറഞ്ഞ അപ്പാനിയുടെ ഓരോ സങ്കടങ്ങൾ. ഷാനവാസുമായിട്ട് കോംപ്രമൈസ് ആകാൻ അപ്പാനി ആഗ്രഹിക്കുന്നു. ഇതിനിടയ്ക്ക് ആദില, നൂറ ഇവരെ ഷാനവാസിനെയും അപ്പാനിയും ഒന്നിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ഇടപെടുന്നു. ഇത് അവരുടെ ഗെയിമാണെന്ന് തോന്നുന്നു, പുതിയ ഗെയിം. ഇതുവരെ ഒരു കളത്തിലില്ലാത്ത ആദില, നൂറ കളിക്കുന്ന പുതിയ ഗെയിം. ഷാനവാസിൻ്റെ അടുത്ത് വന്നപ്പോൾ ഷാനവാസ് അവരോട് പറഞ്ഞു, അപ്പാനി സോറിയൊക്കെ പറയും, വന്ന് സംസാരിക്കും, പക്ഷേ അവസാനം എനിക്കെതിരെ തന്നെ കളിക്കും. ഇവരും അക്ബറും ഒക്കെ ചേർന്ന് എനിക്കെതിരെയാണ് ഇപ്പോൾ കളിക്കുന്നത്. വന്നപ്പം മുതൽ തുടങ്ങിയേക്കുന്നതാണ്. അക്ബറിൻ്റെ വഴി വെട്ടാൻ വേണ്ടിയിട്ട്, എന്നെ എടുത്തു കളയാൻ വേണ്ടി അപ്പാനിയെ വെച്ച് എനിക്കെതിരെ കളിക്കുന്നത് അക്ബറാണ് എന്നാണ് ഷാനവാസ് പറയുന്നത്. അക്ബറും ഷാനവാസും മാനസികമായി നല്ല അകലച്ചയിലാണ്. അതിൻ്റെ പരിണത ഫലമാണ് രാവിലെ ഓറഞ്ചിൻ്റെ പേരിലുള്ള അവർ തമ്മിലുള്ള വിഷയം. പഠിപ്പുര ടാസ്കിൻ്റെ 2 ടാസ്കുകൾ ഇന്നുണ്ടായിരുന്നു. എല്ലാവരെയും 2 ടീമുകളായി തിരിച്ചു, എ ടീമും ബി ടീമും. അതിൽ എ ടീമിൽ ഒണിയൻ, രേണു, ശാരിക, ബിന്നി, അപ്പാനി, ന്യൂറ, ഷാനവാസ്, ജിസൈൽ എന്നിവരായിരുന്നു. ഷൈത്തിയും ഇതിൽ ഉൾപ്പെടുന്നു. ബി ടീമിൽ അനീഷ്, ആദില, കലാഭവൻ സരിക, അക്ബർ, അനുമോൾ, രണ, ആര്യൻ, അഭിലാഷ്, നവിൻ എന്നിവരായിരുന്നു. ഫസ്റ്റ് ടാസ്ക് യമ്മി ആൻഡ് എഗ് കണ്ടുപിടിക്കുകയായിരുന്നു. അതായത് ഒരുപോലത്തെ 2 ഭക്ഷണ സാധനങ്ങൾ ഉണ്ടായിരിക്കും, അത് കഴിച്ച് കാണിക്കും. അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്നവർ അത് ഏതാണെന്ന് പറയണം, യമ്മി ആണെന്നോ എഗ് ആണെന്ന് പറയണം. അതാണ് ടാസ്ക്. അതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി എ ടീം ജയിച്ചു. എ ടീമിൽ നിന്ന് ഒരാൾക്ക് അപ്പോൾ പഠിപ്പുരയിൽ പോകാമെന്ന് ബിഗ് ബോസ് പറഞ്ഞതനുസരിച്ച് ജിസൈലിനെ തിരഞ്ഞെടുത്തു. ഇനി നെക്സ്റ്റ് പഠിപ്പുരയിൽ പോകുമ്പോൾ ജിസൈൽ പോകാൻ പറ്റും. രണ്ടാമത്തെ ടാസ്ക് പല മൃഗങ്ങളുടെയും രൂപങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്. ആ രൂപങ്ങൾക്ക് അനുസരിച്ചുള്ള സ്വഭാവം അനുസരിച്ചുള്ള ആൾക്കാർ അതിൻ്റെ പുറകിൽ പോയി നിൽക്കണം. ഓപ്പോസിറ്റുള്ള ടീം അവരുടെ സ്വഭാവം അനുസരിച്ച് ഇന്ന മൃഗങ്ങളാണെന്ന് പറയണം, ആരാണെന്ന് പറയണം. അത് കറക്റ്റാണെങ്കിൽ പോയിന്റ് ലഭിക്കും. എ ടീം ഇന്നാണ് ആദ്യം പോയത്. ബുദ്ധി കൂടുതലുള്ള ആളാണെന്ന് പറഞ്ഞുകൊണ്ട് ഒണിയൽ കുറുക്കനെ തിരഞ്ഞെടുത്തു. ടീമിലുള്ള മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ കേട്ടിട്ടാണ് അവർ തിരഞ്ഞെടുത്തത്, സ്വന്തം അഭിപ്രായം മാത്രമല്ല. രേണുസുതി ആമയുടെ പുറകിൽ പോയി നിന്നു. ആമയെപ്പോലെ പതുക്കെയാണ് ഇവിടെ കളിക്കുന്നത്. അതുകൊണ്ട് രേണുസുതി ഒരു കമൻറ്റ് കൂടെ പറഞ്ഞു, മുയലൊക്കെ പറഞ്ഞാൽ ഞാൻ ജയിക്കും, ഞാൻ വിഷമുള്ള കൂട്ടത്തിലാണ്, അതുകൊണ്ട് ഞാൻ പാമ്പിനെ തിരഞ്ഞെടുക്കുന്നതെന്ന് ശാരിക. ഞാൻ ഈച്ചയാണ് തിരഞ്ഞെടുത്തതെന്ന് ബിന്നി. മനസ്സോടെ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട്, ശല്യപ്പെടുത്തുമെന്ന കാരണത്താൽ. കാണ്ടാമൃഗത്തിൻ്റെ തൊലിക്കെട്ടിയാണ് എനിക്ക്, അതുകൊണ്ട് കാണ്ടാമൃഗം ഞാനാണെന്ന് അപ്പാനി. ചെറുതായി തുറന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആൾ എന്ന് പറഞ്ഞുകൊണ്ട് നൂറ എലിയെ തിരഞ്ഞെടുത്തു. എനിക്കെതിരെ വരുന്ന ശത്രുക്കളെ ഞാൻ കടിച്ചു കീറുമെന്ന് ഇവിടെയുള്ളവർ പറയുന്നു, അതുകൊണ്ട് ഞാൻ സിംഹത്തെ തിരഞ്ഞെടുക്കുന്നുവെന്ന് ഷാനവാസ്. ഞാൻ ലോയലായതുകൊണ്ട് പട്ടിയെ തിരഞ്ഞെടുക്കുന്നുവെന്ന് ജിസൈൽ. ഞാൻ സ്നേഹം കാണിക്കുന്ന ആളിനോട് ചിലപ്പോൾ ദേഷ്യപ്പെടും, മാറി സ്വഭാവം മാറും, അതുകൊണ്ട് ഓന്തിനെ ഞാൻ തിരഞ്ഞെടുക്കുന്നുവെന്ന് ഷൈത്തിയ. എന്നിട്ട് അവർ മൃഗങ്ങളുടെ പുറകിൽ പോയി നിന്നു. ബി ടീം വന്ന് ഓരോ മൃഗങ്ങളെയും നോക്കിക്കൊണ്ട് ഓരോരുത്തരുടെയും പേര് പറയുകയാണ്. പട്ടി അപ്പാനിയാണ്. അപ്പാനി ചുമ്മാ കുറച്ചുകൊണ്ടിരിക്കും. അപ്പാനി ലോയൽ ആണെന്ന് അക്ബർ പറയുന്നു. ജിസൈൽ ആയിരുന്നു പട്ടിയുടെ വേഷത്തിൽ. അവർക്ക് തെറ്റിപ്പോയി. അങ്ങനെ പി ടീം അതിന് പോയിന്റ് പോയി. അനീഷ് പറഞ്ഞു, പാമ്പാണ് ഷൈത്തിയ, പല അവസരങ്ങളിൽ പതുങ്ങിയിരുന്ന് വിഷം ചീറ്റും. അപ്പോൾ ഷൈത്തിയുടെ ഭാവം ഒന്ന് കാണണമായിരുന്നു. അവിടെയും ബി ടീമിന് തെറ്റി. കാരണം ഷൈത്തിയ ഓന്തല്ലേ തിരഞ്ഞെടുത്തത്. ഷൈത്തിയ ശരിക്കും ഓന്താണെന്ന് തന്നെയാണ് പ്രേക്ഷകരും പറയുന്നത്. പല കമൻറ്റ് ബോക്സിലും ഷൈത്തിയെപ്പറ്റി പറയുന്നത് ഓന്താണെന്നാണ്. അനുമോളിൻ്റെ അടുത്ത് ഒന്ന് പറയും, മറ്റുള്ളവരുടെ അടുത്ത് വേറൊന്നും. നല്ല തൊലിക്കെട്ടിയുള്ളതുകൊണ്ട് കാണ്ടാമൃഗം ഷാനവാസാണെന്ന് അപ്പാനി പറയുന്നു. അവിടെയും ബി ടീം തോറ്റു.
സിംഹമാണല്ലോ ഷാനവാസ് തിരഞ്ഞെടുത്തത്. ജിസൈൽ സിംഹമാണെന്നാണ് നവീൻ പറയുന്നത്. കാരണം ടീമിനെ നയിക്കാൻ കെൽപ്പുള്ള ആൾ ജിസൈലാണ്, അതുകൊണ്ട് സിംഹമാണെന്ന്. പക്ഷേ അവിടെ തെറ്റിപ്പോയി. അവർ പട്ടിയെയാണല്ലോ തിരഞ്ഞെടുത്തത്. ബിന്നി കുറുക്കനാണെന്നാണ് അവിടെയുള്ള എല്ലാവരും പറഞ്ഞത്. ബിന്നിക്ക് അത് ഇഷ്ടപ്പെടുകയും ചെയ്തു. ഒണിയിലായിരുന്നു കുറുക്കനായിട്ട് അവിടെ നിന്നിരുന്നത്. അഭിലാഷ് പറഞ്ഞു, നല്ല കൗശലക്കാരിയാണ് ബിന്നി. അടുത്ത് ഈച്ചയെപ്പറ്റി പറഞ്ഞ് ഒണിയിലിനെയാണ്. ബാത്റൂമിൻ്റെ സൈഡിലും കാണാം, കിച്ചണിൻ്റെ സൈഡിലും കാണാം, അല്ലാതെ ചുമ്മാ പാറി നടക്കുക, അല്ലാതെ വേറെ ഒന്നും ചെയ്യുന്നില്ലെന്ന് ആദില പറഞ്ഞു. എലിയെപ്പോലെ തുള്ളിച്ചാടി നടക്കുകയാണ് നൂറയെന്ന് അനുമോൾ പറഞ്ഞു. അത് ശരിയായിരുന്നു. ശാരിക ഓന്താണെന്ന് സരിക കലാഭവൻ പറഞ്ഞു. നിറം എപ്പോൾ മാറിക്കൊണ്ടിരിക്കും, ഒരു ഉറപ്പുമില്ല. ബി ടീമിന് ശരിക്കും 2 പോയിന്റ് കിട്ടിയുള്ളൂ. 2 മാത്രമേ അവർ ശരിയാക്കിയുള്ളൂ. അടുത്തത് ബി ടീം മൃഗങ്ങളെ തിരഞ്ഞെടുക്കാൻ തുടങ്ങി. താൻ ഒറ്റയ്ക്ക് നിൽക്കുന്നതുകൊണ്ട് അനീഷ് ഒറ്റക്കൊമ്പനെ തിരഞ്ഞെടുത്തു. എല്ലാവരും കൂടി ചേർന്നാണ് തിരഞ്ഞെടുത്തത്. അതിലെ എല്ലാവരും കൂടി ഹൈനയാക്കി. കഴുതപ്പുലി അത് ഒട്ടും ഇഷ്ടമായില്ല ആദിലയ്ക്ക്. മുഖഭാവത്തിൽ അറിയാമായിരുന്നു. താൻ ഭാരം ചുമക്കുന്നവളാണെന്ന് പറഞ്ഞ് സരിക കലാഭവൻ കഴുതിയായി. അക്ബർ കഴുകനായി. അനുമോൾ കൊതുകായി. രണ ഫാത്തിമ പൂച്ചയായി. ഞാൻ ക്യൂട്ടാന്ന് പറഞ്ഞുകൊണ്ടാണ് പൂച്ചയായത്. ആര്യൻ സിംഹമായി. ഞാൻ ഈ ക്യാപ്റ്റൻ ആയതുകൊണ്ടും ഈ കാട്ടിലെ സിംഹം രാജാവായതുകൊണ്ടും ഞാൻ സിംഹത്തെ എടുക്കുന്നു. അരണ കടിച്ചാൽ വിഷമാണെന്ന് പറഞ്ഞുകൊണ്ട് അഭിലാഷ് അരണയായി. നവീൻ കുരങ്ങനായി, ക്യൂട്ട്നെസ് ഓവർലോഡ്. ഇപ്പോൾ എ ടീം കണ്ടുപിടിക്കാൻ വന്നു. കഴുതേനെ കണ്ടപ്പോൾ അനീഷാണ് കഴുതിയെന്ന് അപ്പാനി. അങ്ങനെ എല്ലാവരും കൂടി അനീഷ് കഴുതിയാക്കി. ആദിലിനെ ഹൈന എന്ന് തന്നെ പറഞ്ഞു. വേസ്റ്റ് എടുക്കുന്നയാൾ, എവിടെ ചെന്നാലും എല്ലാവരുടെയും വേസ്റ്റ് എടുക്കുന്നയാൾ. ആദിലേക്ക് നന്നായിട്ട് വിഷമമായിട്ടുണ്ട്, മുഖം കണ്ടാൽ അറിയാം. അവിടെ ഉത്തരം കറക്റ്റായിരുന്നു. ഷാനവാസ് പറഞ്ഞു, എല്ലായിടത്തും ചാടി നടക്കുന്ന കുരങ്ങനാണ് നവീൻ എന്ന്. അതും കറക്റ്റായി. അരണ കലാഭവൻ സരികയാണെന്ന് ശാരിക പറഞ്ഞു. ഒരിടത്ത് നിഴഞ്ഞിഴഞ്ഞ് മറ്റ് ഗ്രൂപ്പിൽ പോയി നിന്ന് കളിക്കുന്നു എന്ന് ശാരിക പറഞ്ഞു. ആര്യൻ ഇവിടുത്തെ ക്യാപ്റ്റനായതുകൊണ്ട് സിംഹമാണെന്ന് ജിസൈൽ പറഞ്ഞു. അത് കറക്റ്റായി. അനിമോൾ കള്ളിപ്പൂച്ചയാണെന്ന്, കട്ട് തിന്ന് കള്ളിപ്പൂച്ച എന്ന് ശൈത്യ. അത് ശരിയായില്ല. അനിമോൾ കൊതുകിനെയാണല്ലോ എടുത്തത്. എല്ലാ പരിപാടികളിലും വന്ന് മൂളി നിൽക്കുന്ന ശല്യക്കാരിയായിട്ട് രേണ ഫാത്തിമയെ കൊതുകായിട്ട് ഒണിയൽ പറഞ്ഞു. അവിടെയും തെറ്റിപ്പോയി. പക്ഷേ ശരിക്കും പറഞ്ഞാൽ മോഹൻലാൽ വരുമ്പോൾ കറക്റ്റ് ആരാണെന്ന് ശരിക്കും ലാലേട്ടൻ ചോദിക്കുക തന്നെ ചെയ്യും. ചിലർ ഇതൊക്കെ ഒണിയിൽ പറഞ്ഞാൽ ചിലപ്പോൾ യോജിക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഒണിയിലിൻ്റെ കാഴ്ചപ്പാടിൽ. ഷാനവാസ് അക്ബറിനെ കൊത്താൻ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു, അക്ബർ കഴുകനാണെന്ന്. ആരെങ്കിലും ചാവാൻ കിടക്കുന്നത് കണ്ട അവിടെ ചെന്ന് കൊത്തി ശവം തിരുന്ന കഴുകനാണെന്നൊക്കെ പറഞ്ഞ് അക്ബറിനെ പറഞ്ഞു. 4 പേരെ എ ടീം കറക്റ്റായിട്ട് പറഞ്ഞു. അങ്ങനെ ഈ കളിയിലും എ ടീം തന്നെ ജയിച്ചു. രണ്ടാമതും പഠിപ്പുരി പോകാൻ ഒരാളെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞപ്പോൾ എ ടീമിലെ എല്ലാവരും കൂടി തിരഞ്ഞെടുത്തത് ബിന്നിയെയാണ്. ഇപ്പോൾ ജിസൈലും ബിന്നിയും 2 പേരും കൂടെ അടുത്ത നെക്സ്റ്റ് ടാസ്കിൽ പഠിപ്പുരയിൽ പോകേണ്ട ടാസ്കിൽ പോകാൻ പറ്റും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്കും ഷെയറും ചെയ്യണേ.